ഹലോ എജു വേൾഡിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബേസൽ നോംസ് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ എന്നും കൂടി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ഓരോന്നും നോക്കാം ബേസൽ നോംസുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പം നമുക്ക് 4 ബേസൽ നോംസുകളാണുള്ളത്. ബേസൽ 1, ബേസൽ 2, ബേസൽ 3, ബേസൽ 4. അപ്പോൾ ബേസൽ 1, 2, 3 ഓൾറെഡി പറഞ്ഞതാണ്. നമ്മൾ ബേസൽ 4 എന്ന് പറയുന്നത് 2017 പക്ഷേ അത് പ്രൊപ്പോസ്ഡ് ഗൈഡ് ലൈൻസ് ആണ്. അത് 2022 മുതലേ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയുള്ളൂ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ബേസൽ 4 2017 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അത് 2022 കൂടിയിട്ട് മാത്രമേ പ്രൊപ്പോസ്ഡ് ഗൈഡ് ലൈൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയുള്ളൂ എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. RBI ഇംപ്ലിമെൻറ്റഡ് ദ ബേസൽ 3 റെക്കമെൻഡേഷൻ ഇൻ ഇന്ത്യ ഡാഷ്. അതായത് RBI എപ്പോഴാണ് ബേസൽ 3 റെക്കമെൻഡേഷൻസ് ഇന്ത്യയിൽ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് 2013 ഏപ്രിൽ 1, 2013 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. The next question ആണ് Basel III capital regulations were released by Basel Committee on Banking Supervision BCBS as a global regulatory framework for resilient bank and banking systems on dash. അതായത് നമ്മുടെ BCBS Basel Committee on Banking Supervision അവർ ബേസൽ 3യുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്യാപിറ്റൽ റെഗുലേഷൻ ഇറക്കിയിട്ടുണ്ട്. എങ്ങനെയാണ് ഇറക്കിയിട്ടുള്ളത്? അതായത് ഇതൊരു എല്ലാ ബാങ്കിനും ബാങ്കിങ് സിസ്റ്റത്തിനും വേണ്ടിയിട്ടുള്ള ഗ്ലോബൽ റെഗുലേറ്ററി ഫ്രെയിം വർക്കായിട്ടാണ് അവർ പുറത്തിറക്കിയിട്ടുള്ളത്. അത് ഏത് വർഷം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആയിട്ടുള്ള ആൻസർ December 2010 ആണ്. December 2010 ഉള്ളത്. എക്സ്പ്ലനേഷൻ നോക്കാം. ദ BCBS റിലീസ്ഡ് കോംപ്രഹെൻസീവ് റിഫോം പാക്കേജ് എൻടൈറ്റിൽഡ് ബേസൽ 3, a global regulatory framework for resilient banks and banking systems known as Basel III Capital Regulation in December 2010. December 2010 Basel III Capital Regulation എന്നുള്ളത് പുറത്തിറക്കിയിട്ടുള്ളത്. The next questions ഇതാണ്. Basel III capital regulations are based on 3 mutually reinforcing pillars. These pillars are dash. Basel III capital regulations 3 പില്ലേഴ്സുകൾ റീഇൻഫോഴ്സിങ് പില്ലേഴ്സുകളെ ബേസ് ചെയ്തിട്ടായിരുന്നു. ആ പില്ലേഴ്സ് ഏതൊക്കെ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ തന്നിട്ടുള്ളത് മിനിമം ക്യാപിറ്റൽ സ്റ്റാൻഡേർഡ്സ്, ഓപ്ഷൻ 2 സൂപ്പർവൈസറി റിവ്യൂ ഓഫ് ക്യാപിറ്റൽ ആഡക്വസി, ഓപ്ഷൻ 3 റിസ്ക് മാനേജ്മെൻറ്റ്. അപ്പോൾ ബേസൽ 3 ക്യാപിറ്റൽ റെഗുലേഷൻ്റെ 3 പില്ലേഴ്സ് റീഇൻഫോഴ്സിങ് പില്ലേഴ്സ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കറക്റ്റ് ആയിട്ടുള്ളത് ഓപ്ഷൻ എ. എന്താണ് ഓപ്ഷൻ ബി? ഓൺലി 1 and 2, അതായത് മിനിമം ക്യാപിറ്റൽ സ്റ്റാൻഡേർഡ്സ്. ദെൻ 2 എന്തായിരുന്നു? സൂപ്പർവൈസറി റിവ്യൂ ഓഫ് ക്യാപിറ്റൽ ആഡക്വസി. തേർഡ് എന്ന് പറയുന്നത് മാർക്കറ്റ് ഡിസിപ്ലിൻ. അപ്പം മാറിപ്പോകാൻ വേണ്ടി പാടില്ല. ബേസൽ 3യുടെ 3 റീഇൻഫോഴ്സിങ് പില്ലേഴ്സുകളാണ് മിനിമം ക്യാപിറ്റൽ സ്റ്റാൻഡേർഡ്സ്, സെക്കൻഡ് വൺ സൂപ്പർവൈസറി റിവ്യൂ ഓഫ് ക്യാപിറ്റൽ ആഡക്വസി, തേർഡ് വൺ ആണ് മാർക്കറ്റ് ഡിസിപ്ലിൻ. മാർക്കറ്റിംഗ് ഡിസിപ്ലിൻ. അപ്പം 3 പില്ലേഴ്സുകൾ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. To calculate capital adequacy ratio, the banks are required to take into account which of the following risk? അപ്പോൾ ഇത് ക്യാപിറ്റൽ ആഡക്വസി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊക്കെ കാര്യങ്ങളാണ്, ഏതൊക്കെ റിസ്കുകളാണ് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതൊക്കെ റിസ്കുകളാണ് നമ്മൾ എടുക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. നമ്മൾ കൺസിഡറേഷനിൽ ചെയ്യുന്നത് ക്രെഡിറ്റ് റിസ്ക് നമ്മളെടുക്കും, മാർക്കറ്റ് റിസ്ക് നമ്മളെടുക്കും, ഓപ്പറേഷണൽ റിസ്ക് എടുക്കും. അപ്പോൾ ക്യാപിറ്റൽ ആഡക്വസി റേഷ്യോ നമ്മൾ കാണുന്നതിന് വേണ്ടിയിട്ട് എടുക്കുന്ന റേഷ്യോ ആണ് ക്രെഡിറ്റ് റിസ്ക്, മാർക്കറ്റ് റിസ്ക് ആൻഡ് ഓപ്പറേഷണൽ റിസ്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ആസ് പെർ ദി ബേസൽ 3 ഇംപ്ലിമെൻറ്റേഷൻ ഇൻ ഇന്ത്യ, മിനിമം ടയർ 1 ക്യാപിറ്റൽ മസ്റ്റ് ബി ഡാഷ് പെർസെൻറ്റേജസ് ഓഫ് റിസ്ക് വെയ്റ്റഡ് അസറ്റ് ഓൺ ഓൺഗോയിങ് ബേസ്. അതായത് ബേസൽ 3 റെക്കമെൻഡേഷൻ, ഇന്ത്യയിൽ ബേസൽ 3 റെക്കമെൻഡേഷൻ പ്രകാരം മിനിമം ടയർ 1 ക്യാപിറ്റൽ എന്ന് പറയുന്നത് റിസ്ക് വെയ്റ്റഡ് അസറ്റ്സിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് 7% ഓഫ് RWA. അപ്പോൾ റിസ്ക് വെയ്റ്റഡ് അസറ്റ് എന്താണെന്ന് ഉള്ളത് നമ്മുടെ ഇതിൽ ഒരു സബ്സ്ക്രൈബർ ഒരാൾ ഡൗട്ട് വെച്ചിരുന്നു. അപ്പോൾ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. റിസ്ക് വെയ്റ്റഡ് അസറ്റ് മീൻസ് ദ അസറ്റ് ഓഫ് ബാങ്ക്സ് വെയ്റ്റഡ് അക്കോർഡിംഗ് ടു ദ റിസ്ക് അസോസിയേറ്റഡ് വിത്ത് ദം.
അതായത് റിസ്ക് വെയ്റ്റഡ് അസറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ അസറ്റിനും എത്രമാത്രമാണോ റിസ്ക് ഉള്ളത് അതിൻ്റെ ബേസിൽ ബാങ്ക് അതിന് വെയിറ്റ് നൽകുന്നതിനെയാണ് നമ്മൾ റിസ്ക് വെയ്റ്റഡ് അസറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ എന്ന് പറയുന്നത് സം അസറ്റ് സച്ച് ആസ് ഡിബഞ്ചേഴ്സ് ആർ അസൈൻഡ് എ ഹയർ റിസ്ക് വേറാസ് സം അതർ അസറ്റ് സച്ച് ആസ് ക്യാഷ് ഓർ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആർ ലെസ് റിസ്കി. അതായത് നമ്മളിപ്പോൾ ഡിബഞ്ചേഴ്സ് ഇസ് എ കൈൻഡ് ഓഫ് അസറ്റ് ആണ്. സോ ഈ അസറ്റ് എന്താണ് നമ്മൾ സാധാരണ കൺസിഡർ എടുക്കുമ്പോൾ അതിന് ലോസ് വരാനുള്ള സാധ്യത അല്ലെങ്കിൽ റിസ്ക് ഉണ്ടാവാനുള്ള സാധ്യത സോ ഹൈ ആണ്. സോ ബാങ്ക് അതിനെ റേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് റിസ്ക് വെയിറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ഡിബഞ്ചേഴ്സിനാണ്. അതേപോലെ നമ്മുടെ ക്യാഷ്, ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഒക്കെ ലെസ് റിസ്ക്കിയാണ്. അപ്പോൾ റിസ്ക് കൂടിയ അസറ്റുകൾക്ക് കൂടുതൽ വെയിറ്റ് കൊടുക്കുകയും റിസ്ക് കൂടുതൽ കുറഞ്ഞിരിക്കുന്നവർക്ക് വെയിറ്റ് കുറച്ച് കൊടുക്കുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ റിസ്ക് വെയ്റ്റഡ് അസറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ക്ലിയർ ആയല്ലോ. The next question എന്താണ്? The net stable fund ratio നമ്മൾ NSFR സാധാരണ ഫുൾ ഫോം ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ NSFRൻ്റെ ഫുൾ ഫോമാണ് നെറ്റ് സ്റ്റേബിൾ ഫണ്ട് റേഷ്യോ. അണ്ടർ ബേസൽ 3 വാസ് ഇംപ്ലിമെൻറ്റഡ് ഇൻ ഇന്ത്യ ഫ്രം, അതായത് NSFR ബേസൽ 3 പ്രകാരമുള്ള NSFR ഇന്ത്യയിൽ എപ്പോൾ മുതലാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് January 1, 2018. ദ റിസർവ് ബാങ്ക് പ്രപ്പോസ് ടു മേക്ക് NSFR അപ്ലിക്കബിൾ ടു ബാങ്ക്സ് ഇൻ ഇന്ത്യ ഫ്രം January 1, 2018. January 1, 2018 മുതലാണ് ഇത് പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. As per Basel III, the risk of losses in on-balance sheet and off-balance sheet positions arising from movements in market prices is called dash. അതായത് മാർക്കറ്റ് പ്രൈസിൻ്റെ മൂവ്മെൻറ്റ്സിൽ ഓൺ ബാലൻസ് ഷീറ്റും മാർക്കറ്റ് പ്രൈസിൻ്റെ മൂവ്മെൻറ്റ്സ് കൊണ്ട് ഓൺ ബാലൻസ് ഷീറ്റിലും ഓഫ് ബാലൻസ് ഷീറ്റിലും ചില ലോസസ് വരും, ചാൻസസ് ഓഫ് റിസ്ക് ഓഫ് ലോസസ്. സോ അതിനെ നമ്മൾ ബേസൽ 3 നോംസിൽ അല്ലെ ബേസൽ 3 റെക്കമെൻഡേഷനിൽ എന്ത് അറിയപ്പെടുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് മാർക്കറ്റ് റിസ്ക് എന്നാണ്. അതായത് മാർക്കറ്റ് റിസ്ക് ഈസ് ദ റിസ്ക് ഓഫ് ലോസസ് ഇൻ ഓൺ ബാലൻസ് ഷീറ്റ് ആൻഡ് ഓഫ് ബാലൻസ് ഷീറ്റ് പൊസിഷൻ അറൈസിങ് ഫ്രം ദി മൂവ്മെൻറ്റ് ഇൻ മാർക്കറ്റ് പ്രൈസ്. അതായത് മാർക്കറ്റ് പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് മൂലം ഓൺ ബാലൻസ് ഷീറ്റിലും ഓഫ് ബാലൻസ് ഷീറ്റിലും ലോസസ് ഉണ്ടാക്കുന്ന റിസ്ക് ഓഫ് ലോസസ് ഉണ്ടാകുന്നതിനാണ് നമ്മൾ മാർക്കറ്റ് റിസ്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ റിസ്ക് ഓഫ് ഡിഫാൾട്ട് ഓൺ എ ഡെബ്റ്റ് ദാറ്റ് മേ അറൈസ് ഫ്രം ബോറോവർ ഫെയിലിംഗ് ടു മേക്ക് റിക്വയർഡ് പേയ്മെൻറ്റ്. അതായത് ഇഫ് ദ ബോറോവർ ഫെയിലിംഗ് ടു മേക്ക് ദ റിക്വയർഡ് പേയ്മെൻറ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് റിസ്ക് ഡിഫാൾട്ട് അറൈസസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ടുള്ള ആൻസറാണ് മാർക്കറ്റ് റിസ്ക്. അപ്പോൾ നമ്മൾ സാധാരണ ക്രെഡിറ്റ് റിസ്ക് എന്നാണ് എഴുതുന്നത്, തെറ്റാണ്. കറക്റ്റായിട്ടുള്ള ആൻസർ എന്താണ്? മാർക്കറ്റ് റിസ്ക് എന്നാണ്. The next question ഇതാണ്. The minimum total capital ratio under Basel III is dash of RWA. That is, അതായത് മിനിമം ടോട്ടൽ ക്യാപിറ്റൽ റേഷ്യോ ബേസൽ 3യിൽ റിസ്ക് വെയ്റ്റഡ് അസറ്റിൻ്റെ എത്രയോ പെർസെൻറ്റേജ് ആണ്, എത്രയാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ 9% ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. വിത്ത് റെഫറൻസ് ടു ബേസൽ 3 ഹൗ മച്ച് ക്യാപിറ്റൽ കൺസർവേഷൻ ബഫർ ആർ ബാങ്ക് റിക്വയർഡ് ടു മെയിൻറ്റെയിൻ. ബേസൽ 3 റെക്കമെൻഡേഷൻ പ്രകാരം ക്യാപിറ്റൽ കൺസർവേഷൻ ബഫറായിട്ട് എത്രമാത്രമാണ് ബാങ്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് 2.5% ആണ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഈസ് നോട്ട് അണ്ടർ ദ 3 pillars ഓഫ് ബേസൽ 3 നോംസ് ഇൻ ബാങ്കിങ് ഇൻഡസ്ട്രി. അതായത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബേസൽ 3 നോംസിൻ്റെ പില്ലേഴ്സ് ആയിട്ട് വരാത്തത് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ നമുക്ക് നോക്കാം. മാർക്കറ്റ് ഡിസിപ്ലിൻ, മിനിമം ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്, റിസ്ക് ഓറിയൻറ്റഡ് സൂപ്പർവിഷൻ, സൂപ്പർവൈസറി റിവ്യൂ പ്രോസസ്. അപ്പോൾ അതിൽ വരാത്തത് മാർക്കറ്റ് ഡിസിപ്ലിൻ നമുക്ക് ഇൻക്ലൂഡാണ്, മിനിമം ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് ഇൻക്ലൂഡാണ്, സൂപ്പർവൈസറി റിവ്യൂ പ്രോസസ് ഇൻക്ലൂഡാണ്. വരാത്തത് ഏതാണ്? റിസ്ക് ഓറിയൻറ്റഡ് സൂപ്പർവിഷനാണ് അതിൽ ഇൻക്ലൂഡ് ആകാത്തത്. ഫസ്റ്റ് നോക്കാം. What are the elements of Tier 1 capital including additional Tier 1 capital as per Basel III? അതായത് what are the elements of Tier 1 capital including additional Tier 1 capital as per Basel III. Basel III പ്രകാരം Tier 1 ക്യാപിറ്റലിൻ്റെയും അഡീഷണൽ Tier 1 ക്യാപിറ്റലിൻ്റെ എലമെൻറ്റ്സ് ഏതൊക്കെയെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓൾ ദി എബവ് ആണ്. അപ്പോൾ ആ ഓൾ ദി എബവ് ആകുമ്പോൾ ബാക്കി 3 നമുക്ക് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ആണ് പെയ്ഡ് അപ്പ് ഇക്വിറ്റി ക്യാപിറ്റൽ, സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് ഡിസ്ക്ലോസ്ഡ് റിസർവ്സ്. സെക്കൻഡ് വൺ ആണ് ക്യാപിറ്റൽ റിസർവ് റെപ്രസെൻറ്റിംഗ് സർപ്ലസ് അറൈസിംഗ് ഔട്ട് ഓഫ് സെയിൽ പ്രൊസീഡ്സ് ഓഫ് അസെറ്റ്. തേർഡ് വൺ പെർപെക്ച്വൽ നോൺ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് ആൻഡ് ഡെപ്റ്റ് ക്യാപിറ്റൽ ഇൻസ്ട്രുമെൻറ്റ്സ് എലിജിബിൾ ഫോർ ഇൻക്ലൂഷൻ അണ്ടർ അഡീഷണൽ Tier 1. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് Tier 1 ക്യാപിറ്റലിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Basel Committee on Banking Supervision is a committee of banking super authorities that was established by, എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? സെൻട്രൽ ബാങ്ക് ഗവർണേഴ്സ് ഓഫ് G10 കൺട്രീസ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് NSFR? NSFRൻ്റെ ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത് നെറ്റ് സ്റ്റേബിൾ ഫണ്ടിങ് റേഷ്യോ ആണ് ഫുൾ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ബാങ്കുകളും NSFR മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള ആ ഒരു നോംസ് വന്നിട്ടുള്ളത് ഏപ്രിൽ 2020 മുതലാണ്. അപ്പോൾ അത് മറക്കരുത്, നമ്മൾ റീസെൻ്റ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണ്? ഹൗ മെനി പില്ലർ ഈസ് ദ Basel II Framework ബേസ്ഡ്? Basel II ഫ്രെയിംവർക്കിൽ എത്ര പില്ലേഴ്സുകളാണ് ഉണ്ടായിട്ടുള്ളതെന്നാണ് ഓപ്ഷൻ തന്നിരിക്കുന്നുണ്ട്. 1 2 3 4 5 എന്ന ഓപ്ഷൻ തന്നിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ 3C ആണ്. 3 പില്ലേഴ്സാണ് ഉള്ളത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഓപ്പറേഷണൽ റിസ്ക് ഈസ് ദ റിസ്ക് ഓഫ് ലോസ് അറൈസിങ് ഫ്രം വാരിയസ് ടൈപ്പ് ഓഫ് ഡാഷ്. അപ്പോൾ ഓപ്പറേഷൻ റിസ്ക് എന്നത് പറഞ്ഞുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഉൾപ്പെടും, ഹ്യൂമൻ എറേഴ്സ് ഉൾപ്പെടും, സിസ്റ്റം ഫെയിൽഡ് ഇൻ ദ ബാങ്ക് ഉൾപ്പെടും, ബ്രേക്ക് ഡൗൺ ഇൻ ഇന്റേണൽ കൺട്രോൾ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെന്താണ്, അത് ഓപ്പറേഷൻ റിസ്ക് ആയിട്ട് നമ്മൾ കണക്കാക്കും. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. Which of the following statement is not correct regarding Basel III implementation in India? അപ്പോൾ താഴെ കുറേ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം Basel III ഇംപ്ലിമെൻറ്റേഷനിൽ കറക്റ്റ് അല്ലാത്തത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഒക്കെയാണ് നോക്കാം. മിനിമം ടയർ 1 ക്യാപിറ്റൽ റേഷ്യോ ഷുഡ് ബി 8%, മാക്സിമം ടയർ 2 ക്യാപിറ്റൽ ഷുഡ് ബി 2%, മിനിമം ടോട്ടൽ ക്യാപിറ്റൽ റേഷ്യോ ഷുഡ് ബി 9%, മിനിമം ടോട്ടൽ ക്യാപിറ്റൽ പ്ലസ് ക്യാപിറ്റൽ കൺസർവേഷൻ ബഫർ ഷുഡ് ബി 11.5%. അപ്പോൾ ഇതിൽ കറക്റ്റ് അല്ലാത്തത് ഏതാണ്? മിനിമം ടയർ ക്യാപിറ്റൽ റേഷ്യോ ഷുഡ് ബി 8% എന്നത് കറക്റ്റ് അല്ലാത്തതാണ്. ബാക്കിയൊക്കെ എന്താണ് കറക്റ്റാണ്. അപ്പോൾ അത് നോക്കി വെക്കുക നിങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബേസൽ നോംസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇനിയും നിങ്ങൾക്ക് ബേസൽ നോംസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നമ്മൾ തീർച്ചയായിട്ടും നെക്സ്റ്റ് വീഡിയോയിൽ അതൊക്കെ ക്ലിയർ ഔട്ട് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ അപ്ഡേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ കൂടി നിങ്ങൾ മറക്കണ്ട കേട്ടോ. അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായി പിന്നീട് കാണാം. അതുവരെയ്ക്കും ബൈ.